ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അങ്ങനെ ലോങ് ടൈമിന് ശേഷം നമ്മൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഏകദേശം 18 വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിൻ്റെ മഹാനടന്മാർ ബിഗ് എംസ് ഒരുമിച്ച് വരുന്ന MMN മൂവി, മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ മൂവി പാട്രിയോട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പാട്രിയോട്ട് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ. ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ തന്നെയാണ്. ഈ സിനിമയിൽ മ്യൂസിക് വർക്ക് ചെയ്തിരിക്കുന്ന സുഷിൻ ശ്യാമാണ്. അതേപോലെ ഇതിലെ കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. പിന്നീട് ആക്ട്രസ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ദർശന, അതേപോലെ രേവതി, പിന്നെ നയൻതാര, സെറിൻ ഷെയ്ബ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കാര്യങ്ങൾ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, മഹേഷ് നാരായണനെ പോലെ ഒരാൾ ചെയ്തിരിക്കുന്ന സിനിമകൾ എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുമ്പോഴും ഈ ബിഗ് എംസിനെയൊക്കെ ഉപയോഗിച്ച് വലിയ ക്യാൻവാസിലൊരു പടം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ നോർമൽ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര മാസ് ആക്ഷൻ മസാല കൈൻഡ് ഓഫ് സിനിമ. പക്ഷേ ഇവിടെ വരുമ്പോൾ കുറച്ച് ക്ലാസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്നാൽ അങ്ങനെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമയ്ക്ക് പോയത്. ഫസ്റ്റ് ഡേ തന്നെ പോയി, കാരണം മോഹൻലാൽ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ പോയി. പക്ഷേ എന്നെ സംബന്ധിച്ച് സിനിമ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല, എന്നിലെ പ്രേക്ഷകനെ സിനിമ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയും. ഓവറോൾ സിനിമ രണ്ട് പാർട്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ ഹൈ മൊമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ രീതിയിൽ നറേറ്റ് ചെയ്തിട്ട്, അതായത് പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആസ് യൂഷ്വൽ മഹേഷ് നാരായണൻ പാറ്റേണിലാണ് സിനിമ പോകുന്നത്. ആൻഡ് അങ്ങനെ പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കരമായിരുന്നു. ലാലേട്ടൻ വന്നതിന് ശേഷമാണ് കുറച്ചൊരു ഹൈ മൊമെൻറ്റ് ജനറേറ്റ് ആവുന്നത്. എന്നാൽ അത് ത്രൂ ഔട്ട് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ സിനിമയ്ക്ക് പറ്റാതെ ടുവേർഡ്സ് ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എങ്ങോട്ടോ ദിശ തെറ്റിപ്പോകുന്ന ഒരു ബലൂണിനെ പോലെ, അല്ലെങ്കിൽ ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതുപോലെ, നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിരിയാണി ഏത് റൈസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിക്കൻ എത്ര ക്വാളിറ്റി ചിക്കൻ മട്ടൺ യൂസ് ചെയ്താലും അതിനകത്ത് മസാല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ മസാല നല്ല രീതിയിൽ ചേർത്തിട്ടില്ല അല്ലെങ്കിൽ പിടിച്ചിട്ടില്ല എങ്കിൽ ഇനി എങ്ങനെ വെച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്ന പോലെയായിരുന്നു സിനിമയുടെ അവസ്ഥ. അതായത് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റ പ്രൈവസി പോലത്തെ അല്ലെങ്കിൽ സ്പൈവെയർ പോലത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് വേണ്ട ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് മറ്റ് സിനിമകളിലും മറ്റ് ഭാഷകളിലൊക്കെ ഇറങ്ങിയ സിനിമകളിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. പുതുമയായിട്ടുള്ളൊരു കണ്ടന്റ് ഒന്നുമല്ല. പക്ഷേ ആ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി, അതായത് ഇനീഷ്യലി ആ കഥ പോകുന്ന ഫ്ലോ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഔട്ട് ആൻഡ് ഔട്ടായിട്ട് സിനിമയിലുണ്ട്. പുള്ളിയുടെ സിനിമയാണ് ഇത് ബേസിക്കലി. അപ്പോൾ ആ ഒരു സിനിമ തുടക്കം തൊട്ടേ നല്ല രീതിയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ടോപ്പ് നോച്ച് ആണ്, ബ്രില്യൻ്റ് ആണ്. അതുപോലെ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, സിനിമയുടെ DOP ആൻഡ് സിനിമയുടെ എഡിറ്റിംഗ് സൈഡ്, മഹേഷ് നാരായണൻ ഹിംസെൽഫ് ഈസ് എ ഗുഡ് എഡിറ്റർ. അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. തുടക്കത്തിൽ ആദ്യത്തെ ഒരു 3 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് കോഴ്സ് മമ്മൂക്ക ഈസി കേക്ക് വാക്ക് ഫോർ ഹിം, സിമ്പിൾ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ക്യാരക്ടർ അങ്ങനത്തെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മീറ്റർ ചെയ്തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡോക്ടർ ഡാനി എന്നൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. നമ്മുടെ DRDO സയൻറ്റിഫിക് അഡ്വൈസർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ പൊള്ളിയായിരുന്നു, അടിപൊളി ഇൻട്രോ ആയിരുന്നു. ആൻഡ് ലാലേട്ടൻ കേണലായിട്ടാണ് അഭിനയിക്കുന്നത്. ആൻഡ് കേണൽ റഹീം, പുള്ളി ഒരു ഇമ്പയർമെൻറ്റ്, അതായത് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ പോലെ ഒരു നടനെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുമ്പോൾ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അത് എടുത്തു കഴിഞ്ഞാൽ വേറെ തലത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകുമായിരുന്നു. അത് വളരെ ലാക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ മ്യൂസിക് വർക്ക് പല സ്ഥലത്ത് സിനിമയെ സേവ് ചെയ്യുന്നുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ബ്രില്യൻറ്റ്, അടിപൊളി. എസ്പെഷ്യലി മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞൊരു സോങ് ഉണ്ട്, സൂപ്പറായിരുന്നു, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി ഈ ബിഗ് ഗെയിംസ് ഒരുമിക്കുന്നു, റീയൂണൈറ്റ് ചെയ്യുന്നു, അവരെ സ്ക്രീനിൽ കാണാം. പ്രൊഡക്ഷൻ ക്വാളിറ്റി വെച്ചിട്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ഷൻ ക്വാളിറ്റി, മേക്കിങ്ങും മോളിവുഡിൽ നിന്നുള്ളത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ആസ് എ സിനിമ ഇത് ഡെലിവർ ചെയ്തേക്കുന്ന സംഭവം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് സാധാരണക്കാർ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ലാലേട്ടനും മമ്മൂക്കയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ സിനിമ പാളി എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ അങ്ങനെ പോകുന്ന സിനിമയിൽ മോഹൻലാലിനെ ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഇവരൊരു ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ പുള്ളിക്കൊരു
ഫിസിക്കലി വീക്കാണെന്ന് കാണിക്കുന്ന രീതി, കാലില്ലാത്തതൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം മമ്മൂക്കയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് പ്രായമായി. അപ്പം ഫൈറ്റ് നല്ല രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാലേട്ടനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മഹേഷ് നാരായണന് പറ്റിയിട്ടില്ല. കാരണം ആൾക്ക് ആൾറെഡി വീക്ക്നെസ് ഉണ്ട്, കാല് വയ്യാത്ത ഒരാളാണ്, ഒരു കാലില്ലാത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നെങ്കിൽ പോലും ലാലേട്ടനായതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതൊരു ഹോസ്പിറ്റലിൽ ഒരു സീൻ, ഇൻട്രൻസ് ഒക്കെ ആയിട്ടൊരു സീനുണ്ട്, സീക്വൻസ് ഉണ്ട്, സൂപ്പർ. അതായത് അതിലൊക്കെ അഭിനയം നിറഞ്ഞു നിൽക്കുകയാണ്. ആക്ടിങ്ങിൽ അറിയാലോ, ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, ഒരു കേക്ക് വാക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടറിന് സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് നല്ല സങ്കടം വന്നു. കാരണം അങ്ങനെയും ബിൽഡപ്പ് കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്ന രീതി ഭയങ്കര ദയനീയമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് ഡെപ്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ആസ് എ മോഹൻലാൽ ഫാൻ ഞങ്ങൾക്ക് ഭയങ്കര അധികം, എന്നെ സംബന്ധിച്ച് ഭയങ്കര അധികം നിരാശ ഉണ്ടാക്കിയതാണ് ആ ക്യാരക്ടർ. എസ്പെഷ്യലി സിനിമയുടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫാണ്. ലാലേട്ടനെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കഥ കേട്ടിട്ട് നോ പറയാൻ ലാലേട്ടൻ പഠിക്കണം. അല്ലാതെ എല്ലാ സിനിമകളിലും ലാലേട്ടൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റൊന്നിന് പുറത്ത് കയറി കമ്മിറ്റ് ചെയ്യരുത്. കാരണം ലാലേട്ടനെ പോലെ ഒരു നടൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ലെവലുണ്ട്. ആ ലെവൽ വിട്ട് ലാലേട്ടൻ താഴേക്ക് പോകരുതെന്നുള്ളതാണ്. കാരണം ഇതേ സിനിമയിൽ, ഇതേ സിനേറിയോയിൽ മമ്മൂക്കയാണ് ഈ സിനിമയിലെ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് വന്നിട്ട് ലാലേട്ടനെ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറായിരുന്നെങ്കിൽ മമ്മൂക്ക ഒരിക്കലും ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കില്ല എന്ന് എനിക്ക് 100% പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ പിന്നീട് അവസാനം എന്നിട്ട് ടുവേഴ്സ് ദി എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാലൻസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മഹേഷ് നാരായണനെ, അതായത് രണ്ടുപേരും ബിഗ് ഗെയിംസ് ആണ്, അവരെ ബാലൻസ് ചെയ്യണമല്ലോ എന്ന് കഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതി വെച്ച പോലെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര സങ്കടം ഉണ്ടാക്കി എന്നെ സംബന്ധിച്ച്. അപ്പോൾ ലാലേട്ടനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ലാലേട്ടനെ വെച്ചിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ചെയ്യുന്നത്. അത് ബിസിനസ് സൈഡ് ഇതാക്കാൻ വേണ്ടി 125 കോടി ബഡ്ജറ്റ് പിന്നെ ബ്രേക്ക് ഈവൻ മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലാലേട്ടനെ പോലെ ഒരു ബോക്സ് ഓഫീസ് പുള്ളർ അല്ലെങ്കിൽ ക്രൗഡ് പുള്ളർ വന്നു കഴിഞ്ഞാൽ അത് പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ മാത്രമാണ് ഇതിൽ. ഈ സിനിമ ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഇത്രയും വലിയൊരാളെ വിളിച്ചിട്ട് കളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ടുവേഴ്സ് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ VFXൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ വിഷ്വൽ സൈഡിൽ ചില സാധനങ്ങൾ ഭയങ്കര അലമ്പായിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിലൊരു ഫഹദ് ഫാസിലിൻ്റെ ഒരു കാർ സീനുണ്ട്. ആ സീനിൻ്റെ സമയത്ത് പിന്നെ ഇവർ കുറേ ആൾക്കാർ ഇയാളെ ചേസ് ചെയ്യുന്ന സമയത്ത് മറ്റേ നമ്മളെ ദീപാവലിക്കൊക്കെ തറച്ചക്രം ഉണ്ടല്ലോ, മറ്റേ കറങ്ങുന്ന ചക്രം ഉണ്ടല്ലോ, മറ്റേ തീ ഇങ്ങനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ആ സാധനം ഒരു 10-20 പറക്കി എറിഞ്ഞിട്ട് മറ്റേ കുറേ തീപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന സീനുണ്ട്. ഭയങ്കര അരോചകമായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് 1-2 സീനുകൾ ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ സിനിമ ലോജിക്കലി പലയിടത്തും ലാക്കിംഗ് ബിഹൈൻഡ് ആയിട്ട് തോന്നി. അതായത് ഇവർ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈവൻ ഡൽഹി അല്ലെങ്കിൽ ഗവൺമെൻറ് റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെങ്കിൽ പോലും ഇവർ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ചില സാധനങ്ങളിൽ ലോജിക്കലി ഒരുപാട് മിസ്റ്റേക്സ് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ അത് ഒഴിവാക്കായിരുന്നു എന്ന് തോന്നി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ 3 മണിക്കൂർ ഭയങ്കര ഡ്രാഗിങ് ആയിട്ട്, അത് ഭയങ്കര ഫ്ലാറ്റായിട്ട് ലോ പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേയെങ്കിലും നമ്മളെ എൻഗേജ് ചെയ്തിരുത്തുന്നത് ഈ പറഞ്ഞ പോലെ സുഷിൻ്റെ മ്യൂസിക്കും പിന്നെ അവിടെ ഇവിടെ വന്നു പോകുന്ന DOP എഫക്ട്സ്, ഈ പറഞ്ഞ പോലെ ഫ്രെയിംസും കാര്യങ്ങളും കൊണ്ടാണ്, റിച്ച് ക്വാളിറ്റി കൊണ്ടാണ്. അത് ഇത്രയും ബഡ്ജറ്റ് കിട്ടിയിട്ട് ഒരു പക്ഷേ 125 കോടി ബഡ്ജറ്റ് കിട്ടിയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഫിനിഷ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. കുഞ്ചാക്കോ ബോബൻ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ ലേഡി ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഡയലോഗ്സ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കായിരുന്നു തോന്നി. എസ്പെഷ്യലി നയൻതാരയൊക്കെ വെറുതെ വന്നു പോകുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ രേവതി മാഡം കുറച്ച് നേരമേ ഉള്ളൂ സ്ക്രീൻ പ്രസൻസ്. പിന്നെ സെറിനാണ് കുറച്ച് അടിപൊളിയായിട്ട് തോന്നുന്നത്. നല്ലൊരു ഡെപ്തുള്ള ക്യാരക്ടറായിരുന്നു. പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ആക്ട്രസ്സാണ്. അങ്ങനെ പിന്നെ ദർശനയുടെ ക്യാരക്ടർ, അതിൻ്റെ ഇടയ്ക്ക് ഒരു റൊമാൻറ്റിക് സോങ്സ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു റിലവൻസ് ഉള്ള സിനിമയല്ല. ഇതൊക്കെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇട്ടിട്ട് വെറുതെ വലിച്ചു കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ എന്തായാലും പാട്രിയോട്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു നിരാശയായിരുന്നു വ്യക്തിപരമായിട്ട്. പക്ഷേ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. ഇഫ് യു വാണ്ട് ടു സീ ദ ബിഗ് ഗെയിംസ് ഇൻ ദ സ്ക്രീൻ ആഫ്റ്റർ 18 years അവർ റീയൂണൈറ്റ് ചെയ്യുന്നത്, അവരുടെ സീക്വൻസുകൾ അവർ ഒരുമിച്ചുള്ളത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാം. പിന്നെ ഈ ഫ്രെയിംസും ടോപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പോകാം. അല്ലാത്തവർക്ക് ഇതൊരു നിരാശയായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഇനി വരുന്ന സിനിമകൾ നമ്മൾ എല്ലാം മുടങ്ങാതെ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു പോയതാണ്, ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. താങ്ക് യു.